ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സോ നമ്മൾ ഫസ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റൻ ആൻസർ ഡിസ്കഷന്റെ ഫസ്റ്റ് സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഒക്കെ ഈ ഒരു ക്ലാസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും എക്സ്പോസീവ് ആയിട്ട് ഒരു ഡിസ്കഷൻ തന്നെ നടത്തുന്നുണ്ടായിരിക്കും ക്വസ്റ്റൻ ആൻസേഴ്സിന്റെ. നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് മുന്നോട്ട് പോവാം. അതായത് പ്രിലിമിനറി എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. ഓക്കെ, സോ പ്രിലിമിനറി എന്ന് പറയുന്ന ചാപ്റ്റർ പറയുകയാണെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഐ വിൽ കാറ്റഗറൈസ് ഇറ്റ് ആസ് ലൈക്ക് ഒരു സി കാറ്റഗറി ചാപ്റ്റർ എന്ന് നമുക്ക് വിളിക്കാം. അതായത് എന്താണെന്ന് വെച്ചാൽ MCQs കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കും. പക്ഷെ നോർമൽ ആയിട്ടുള്ള ഒരു ട്രെൻഡ് നോക്കുമ്പോൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ലെസ് ആണ്. ഇപ്പം ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അറ്റംപ്റ്റിലൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, അങ്ങനത്തെ കേസസ് ആണ് ഉള്ളത്. പക്ഷെ നമുക്ക് ഇതിന് മുന്നേ വന്ന ക്വസ്റ്റ്യൻസ്, അതായത് ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ ഞാൻ ഈ ഒരു സെഷനിൽ പ്ലാൻ ചെയ്യുന്നത് ഒരു 3 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഞാൻ പഠിപ്പിക്കുന്നത് പോലെ തന്നെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം നമുക്ക്. ദി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്താണ്? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് സാറാസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈസ് 1 crore. സാറാസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. സോ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 കോടിയാണ്. ഈ 1 കോടിക്കകത്ത് കൺസിസ്റ്റിംഗ് ഓഫ് 8 lakhs ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each ഫുള്ളി പെയ്ഡ് അപ്പ് ആൻഡ് 2 lakhs ക്യൂമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ഓഫ് 10 each ഫുള്ളി പെയ്ഡ് അപ്പ്. അതായത് ഈ 1 കോടി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഈ 1 crore എന്ന് പറയുന്നത് 8 lakh, അത് 8 lakh ഇക്വിറ്റി ഷെയർസും പിന്നെ അതുപോലെ തന്നെ എത്രയാണ് 2 lakhs ക്യൂമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസും ഉണ്ട്. ഓക്കെ, ക്യൂമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട് ഈ 1 crore-നകത്ത്. ഇതൊന്നുമല്ല നമുക്ക് റിലവന്റ് ആയിട്ടുള്ള കാര്യം നെക്സ്റ്റ് വരുന്നു. ജീവൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് സുധീർ പ്രൈവറ്റ് ലിമിറ്റഡ് ആർ ഹോൾഡിംഗ് 3 lakhs ഇക്വിറ്റി ഷെയർസ് ആൻഡ് 50,000 ഇക്വിറ്റി ഷെയർസ് റെസ്പെക്റ്റീവ്ലി ഇൻ സാറാസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ ടോട്ടൽ ഉള്ള 8 ലക്ഷത്തിനകത്ത് 3 ലക്ഷം എന്ന് പറയുന്നത് ജീവൻ പ്രൈവറ്റ് ലിമിറ്റഡും അതുപോലെ തന്നെ 50,000 എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? സുധീർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. ജീവൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് സുധീർ പ്രൈവറ്റ് ലിമിറ്റഡ് ആർ ദ സബ്സിഡറീസ് ഓഫ് പിയൂഷ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ പിയൂഷ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു കമ്പനി ഉണ്ട്. സോ ഈ വേറൊരു കമ്പനിയുടെ സബ്സിഡറീസ് ആണ് ആരൊക്കെ? സുധീറും ജീവനും. വിത്ത് റെഫറൻസ് ടു ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013 പ്രകാരം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എക്സാമിൻ വെദർ സാറാസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈസ് എ സബ്സിഡറി ഓഫ് പിയൂഷ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ പിയൂഷ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സബ്സിഡറി ആണോ സാറാസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് മനസ്സിലായി ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി, ആ ഒരു കോൺസെപ്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. ഇനി തീർന്നിട്ടില്ല, ചെറിയൊരു സബ്പാർട്ട് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വുഡ് യുവർ ആൻസർ ബി ഡിഫറെന്റ് ഇഫ് പിയൂഷ് പ്രൈവറ്റ് ലിമിറ്റഡ് ഹാവ് 8 out of 9 ഡയറക്ടേഴ്സ് ഓൺ ദ ബോർഡ് ഓഫ് സാറാസ് പ്രൈവറ്റ് ലിമിറ്റഡ്? സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടുവച്ചാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് കൂൾ ഓഫ് ടൈമിലാണ് ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുള്ളതെന്ന് വിചാരിക്കും. കൂൾ ഓഫ് ടൈമിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഒരു ചാർട്ട് പോലെ വരച്ചിടുക. മനസ്സിൽ എന്ത് വരച്ചിടുക? ഫസ്റ്റ് സാറാസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. സാറാസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ട്. ഇവരുടെ സബ്സിഡിയറി ആണ് സുധീറും പിന്നെ അതുപോലെ തന്നെ ജീവനും. സാറാസിന്റെ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 8 ലക്ഷം ആണ്. ഓക്കെ, സോ 8 ലക്ഷം ഇക്വിറ്റി ഷെയർസ് ആണ് അവർ ഹോൾഡ് ചെയ്യുന്നത്. ഈ 8 ലക്ഷത്തിനകത്ത് 50,000 0.5 lakhs, അതായത് 50,000 സുധീറും പിന്നെ 3 ലക്ഷം ജീവനുമാണ് ഉള്ളത്. ഇവരുടെ ഹോൾഡിംഗ് കമ്പനി ആരാണ്? പിയൂഷ് ആണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ആലോചിച്ച് നോക്കുക. ഈ സാറാസ് എന്ന് പറയുന്നത് പിയൂഷ് എന്ന് പറയുന്ന കമ്പനിയുടെ സബ്സിഡറി ആണോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഒരു ഹെഡിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആൻസർ നോക്കി നോക്കാം. സെക്ഷൻ 2 സബ്സെക്ഷൻ 87 ആണ് എന്ത് സബ്സിഡറി കമ്പനിയെ കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സെക്ഷൻ കോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, അറിയുമെങ്കിൽ മാത്രം കോട്ട് ചെയ്യുക, അറിയില്ലെങ്കിൽ വിട്ടുകളെ. അക്കോർഡിംഗ് ടു റിലവന്റ് സെക്ഷൻ ഓർ റിലവന്റ് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതാം. സബ്സിഡറി കമ്പനി ഓർ സബ്സിഡറി ഇൻ റിലേഷൻ ടു എനി അതർ കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഈസ് ദ ഹോൾഡിംഗ് കമ്പനി. ഹോൾഡിംഗ് കമ്പനിക്ക് എന്തുണ്ട്? ഹോൾഡിംഗ് കമ്പനിക്ക് സബ്സിഡറി കമ്പനിയിൽ ഒരു പവർ ഉണ്ട്. എന്തിനുള്ള പവർ ഉണ്ട്? കൺട്രോൾസ് ദ കോമ്പോസിഷൻ ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എത്ര വേണം, അല്ലെങ്കിൽ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കോമ്പോസിഷൻ ഡിറ്റർമിൻ ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? ഹോൾഡിംഗ് കമ്പനിക്ക് ഉണ്ട്. ഓർ എക്സസൈസസ് ഓർ കൺട്രോൾസ് മോർ ദാൻ 1/2 of the total share capital
എയ്തർ അറ്റ് ഇറ്റ്സ് ഓൺ ഓർ ടുഗദർ വിത്ത് വൺ ഓർ മോർ ഓഫ് ഇറ്റ് സബ്സിഡറി കമ്പനീസ്. അതായത് ഒന്നെങ്കിൽ ആ ഒരു കമ്പനിക്ക് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് വേറൊരു കമ്പനിയുടെ ഒപ്പം എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്? 50%-നേക്കാട്ടിലും കൂടുതൽ, ഓക്കെ, മോർ ദാൻ വൺ ഹാഫ് എന്ന് പറഞ്ഞു വെച്ചാൽ 50%-ത്തേക്കാൾ കൂടുതൽ ഷെയർ ക്യാപിറ്റൽ അവർക്കുണ്ട്. അങ്ങനെയുള്ള കമ്പനി ആണെങ്കിൽ മാത്രമേ എന്തായിട്ട് മാറൂ? ഹോൾഡിംഗ് കമ്പനി ആയിട്ട് മാറും. അപ്പൊ ഈ ഒരു കേസിൽ നിങ്ങൾ നോക്കിയേ, ഈ ഒരു കേസിൽ സാറ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. സോ ഈ സാറ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ സുധീർ പ്രൈവറ്റ് ലിമിറ്റഡ് 0.5 ലാക്സ്, അതായത് 50,000 ആണ് എന്തുള്ളത്? 50,000 ഷെയർസ് ആണുള്ളത്. സോ ടോട്ടൽ 8 ലാക്ക് ഷെയർസ് ആണ്. സോ 50%-ന് മീതെ ഷെയർസ് ഇല്ല. പിന്നെ ഇദ്ദേഹത്തിന് 3 ലക്ഷമാണുള്ളത്. ഇദ്ദേഹത്തിനും എന്തില്ല? 50%-ന് മീതെ ഇല്ല. സോ സുധീറും ജീവനും എന്തല്ല? ഒരിക്കലും ഒരു ഹോൾഡിംഗ് കമ്പനി അല്ല. സാറാസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഹോൾഡിംഗ് കമ്പനി അല്ല. ഇനിയിപ്പോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ പിയൂഷിന്റെ കേസാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സുധീർ കമ്പനി ആൻഡ് ജീവൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ അല്ല, പിയൂഷ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവര് രണ്ടുപേരും പിയൂഷ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സബ്സിഡറി ആണ്. അപ്പം ഇവർ രണ്ടിലെ ഏതെങ്കിലും ഒരു ആള് ഇവരുടെ, അതായത് സാറാസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഹോൾഡിംഗ് കമ്പനി ആണ് എന്നുണ്ടെങ്കിൽ പിയൂഷ് ലിമിറ്റഡും എന്തായിട്ട് മാറും? പിയൂഷ് ലിമിറ്റഡും ഹോൾഡിംഗ് ആയിട്ട് മാറും. അതാണ് താഴത്ത് തന്നിരിക്കുന്നത്. താഴത്തെ കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. താഴത്തെ കാര്യങ്ങൾ provided that such class or classes of holding company shall not have layers of subsidiary beyond such numbers as may be prescribed. For the purposes of this clause, a company shall be deemed to be a subsidiary company if the holding company, even if the control referred to in subclause 1, അതായത് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് subclause 1 ഓ subclause 2 പറഞ്ഞ കാര്യങ്ങൾ പിയൂഷ് എന്ന് പറഞ്ഞ കമ്പനി തന്നെ ചെയ്യണം നിർബന്ധമില്ല. സുധീറോ ജീവനോ ചെയ്താലും പിയൂഷ് എന്ന് പറഞ്ഞ കമ്പനി ഹോൾഡിംഗ് കമ്പനി ആയിട്ട് മാറും. ഓക്കെ, a company shall be deemed to be a subsidiary company of the holding company even if the control referred to in subclause 1 or subclause 2 is of another subsidiary company of the holding company. ആരെ പറയുന്നത്? സുധീറിനെയും ജീവനെയാണ് പറയുന്നത്. സുധീർ പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ ജീവൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഹോൾഡിംഗ് ആണ് എന്നുണ്ടെങ്കിൽ പിയൂഷ് എന്ന് പറയുന്ന കമ്പനി എന്തായിട്ട് മാറും? സാറാസിന്റെ ഹോൾഡിംഗ് ആയിട്ട് മാറും. ഓക്കെ, ആ ഒരു കേസാണ് പറഞ്ഞിട്ടുള്ളത്. ദി composition of company's board of directors shall be deemed to be controlled by another company if that other company may exercise by some power exercisable by it at its discretion can appoint or remove all or majority of directors. അതായത് ടോട്ടൽ ഇപ്പം ഒരു 9 ഡയറക്ടർ ഉണ്ടെങ്കിൽ മെജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനും റിമൂവ് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? ഹാസ് എ കൺട്രോൾ ഓഫ് ദ കോമ്പോസിഷൻ ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. സോ ആ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഫസ്റ്റത്തെ ആ ഒരു പോയിന്റിനകത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റിനകത്ത് അതൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളോട് ചുമ്മാ ചോദിച്ചിരിക്കുന്നത് എന്താ? പിയൂഷ് എന്ന് പറയുന്ന കമ്പനി ഇങ്ങനെ സാറാസ് എന്ന് പറയുന്ന കമ്പനി പിയൂഷ് എന്ന് പറയുന്ന കമ്പനിയുടെ സബ്സിഡറി ആണോ? വേറെ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിയൂഷ് എന്ന് പറയുന്ന കമ്പനി സാറാസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഹോൾഡിംഗ് ആണോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റിനിൽ ചോദിച്ചിട്ടുള്ളത്. അവിടെ കോമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ രണ്ടാമത്തെ പാർട്ട് നിങ്ങൾ നോക്കുക. രണ്ടാമത്തെ പാർട്ടിൽ നോക്കുമ്പോൾ would your answer be different if Piyush Private Limited has 8 out of 9 directors on the board of Saras Private Limited? സാറാസ് എന്ന് പറയുന്ന കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനകത്ത് 9 പേരിൽ 8 പേരും പിയൂഷ് ആണ്. പിയൂഷ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആൾക്കാരാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് പറയാം നമുക്ക്? അങ്ങനെ ഉണ്ടെങ്കിൽ പിയൂഷ് പ്രൈവറ്റ് ലിമിറ്റഡ് ഹാസ് ദ എബിലിറ്റി ടു കൺട്രോൾ ദ കോമ്പോസിഷൻ ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ എന്തായിട്ട് മാറും? പിയൂഷ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സാറാസിന്റെ ഹോൾഡിംഗ് കമ്പനി ആയിട്ട് മാറും. അതാണ് കൺക്ലൂഷനകത്ത് പറയുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? നമ്മൾ ആദ്യം പ്രൊവിഷൻ കാര്യങ്ങളൊക്കെ എഴുതി, പ്രൊവിഷൻ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് എഴുതി. അതിനുശേഷം കൺക്ലൂഷനകത്ത് പറയുന്നത് in the present case Jeevan Private Limited and Sudhir Private Limited together hold less than one half of the total share capital. ഇവരുടെ ഈ 3 ലക്ഷവും പിന്നെ അതുപോലെ തന്നെ ടോട്ടൽ എത്ര ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത്? 8 ലാക്സ് ആണ് ഷെയർസ് ഉണ്ടായിരുന്നത്. സോ ഈ 8-നകത്ത് ഇവരുടെ 3 ഉണ്ട്, അതുപോലെ തന്നെ 0.5 ഉണ്ട്. സുധീറിനും രണ്ടുപേർക്കും ഉണ്ട്. സോ 3.5 ആയിട്ടുള്ളൂ, ഒരിക്കലും ഹാഫ് ആയിട്ടില്ല. സോ ഇൻ ദ പ്രസന്റ് കേസ് ജീവൻ പ്രൈവറ്റ് ലിമിറ്റഡ് and Sudhir Private Limited together hold less than one half of the total share capital. Hence, Piyush Private Limited will not be a holding company of Saras Private Limited. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. However, ഈ രണ്ടാമത്തെ കേസ് നോക്കുന്നുണ്ട്. If Piyush Private Limited has 8 out of 9 directors on the board of Saras Private Limited, that is controls the composition of the board of directors, it
will be treated as the holding company of Saras Private Limited. അങ്ങനെ ഒരു കേസിൽ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ഹോൾഡിംഗ് കമ്പനിയായിട്ട് ട്രീറ്റ് ചെയ്യും. സോ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡറി കമ്പനി. പ്രൊവിഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കോമ്പോസിഷൻ ആ ഒരു കാര്യം കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ ക്വസ്റ്റിനും അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. What does the term financial statement include in relation to a company under the Companies Act 2013? Which companies need not prepare a cash flow statement? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡെഫിനിഷൻ നമുക്ക് പ്രിലിമിനറി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ തന്നിട്ടുണ്ട്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡസ് ദ ടേം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡ് ഇൻ റിലേഷൻ ടു കമ്പനി അണ്ടർ കമ്പനീസ് ആക്ട് 2013? അപ്പൊ നമുക്ക് നോക്കാം. സെക്ഷൻ 2 സബ്സെക്ഷൻ 40 ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നത്. എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് ആസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. നമ്മൾ ഓരോ ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോഴും നമ്മൾ ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കും അല്ലെ? കമ്പനിയുടെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക. സോ ബാലൻസ് ഷീറ്റ് ഇൻക്ലൂഡഡ് ആണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഇൻക്ലൂഡഡ് ആണ്. രണ്ടാമത്തെ എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ഇൻ കേസ് ഓഫ് കമ്പനി ക്യാരിങ് ഓൺ എനി ആക്ടിവിറ്റി നോട്ട് ഫോർ പ്രോഫിറ്റ് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ. ഇതിപ്പോ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ? ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിന് വേണ്ടിയിട്ട് ക്യാഷ് ഫ്ലോസ് എന്തൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് ക്യാഷ് ഫ്ലോ ഉണ്ടെന്ന് പറഞ്ഞു തരുന്ന ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ഇക്വിറ്റിക്കകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചേഞ്ചസ് ഒക്കെ ഇൻക്രീസ് ഡിക്രീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. പിന്നെ അതുപോലെ തന്നെ ഈ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് നോട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ടും അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള നോട്ട്സ് കൂടി ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഡെഫിനിഷനകത്ത് ഇൻക്ലൂഡഡ് ആണ്. സോ നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നകത്ത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ ഓരോ പോയിന്റ് ആയിട്ടും എന്തുണ്ട് എഴുതേണ്ടതുണ്ട്. പക്ഷേ വേറൊരു കേസ് ഉണ്ട്. അതായത് പ്രൊവൈഡഡ് ദാറ്റ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു വൺ പേഴ്സൺ കമ്പനി, സ്മോൾ കമ്പനി, ഡോർമെന്റ് കമ്പനി ആൻഡ് പ്രൈവറ്റ് കമ്പനി. വൺ പേഴ്സൺ കമ്പനി എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു വ്യക്തി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ് വൺ പേഴ്സൺ കമ്പനി. സ്മോൾ കമ്പനി 2 സബ്സെക്ഷൻ 45 പ്രകാരം നിങ്ങൾ ഓൾറെഡി ഡെഫിനേഷൻ പഠിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സ്മോൾ കമ്പനിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത്തരം കമ്പനീസ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല? മേ നോട്ട് ഇൻക്ലൂഡ് ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പം 2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ സെഷനകത്ത് പഠിച്ചിട്ടുള്ളത്. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെഷനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. So first question is about the concept of holding company and subsidiary company, and second question is about the concept of the financial statement. So thank you. So നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് കമന്റ് ആയിട്ട് ഇടുക. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, 1 minute.